ഈ നാട്ടിലിറങ്ങുന്ന ആനേനെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റും. ആ അപ്പോൾ അതിനിടയ്ക്ക് ആന തിരിഞ്ഞു വന്നു. ആ. സ്ഥിരമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ അപ്പോൾ അതിനിടയ്ക്ക് ഒരു തവണ ആന പെട്ടെന്ന് വീണ് അതേപോലെ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്തു. ആ അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂടെ ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു. ആ ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇല്ല. ഇല്ല. ആ പിന്നെ ഇവൻ വലിച്ച് തന്നെ എടുത്ത്. ആ പുൽപ്പള്ളിയാണ് സംഭവം. പുൽപ്പള്ളി ഏതാണ്ടൊക്കെ പുൽപ്പള്ളി സറൗണ്ടിങ്സിലാണ്. ഓക്കെ. രണ്ടാമത്തേതാണ് നമ്മളെ ഇതേപോലെ നാട്ടിലിറങ്ങിയ ഫാമിലിയായിട്ട് താമസിക്കണോ അവിടെ? ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിലാണ്. അവിടുത്തുകാരൻ അവിടെ ഉള്ള ആളാണ്. കോഴിക്കോട് സ്വദേശിയാണ്. ഓക്കെ. ഇത് ആദ്യമായിട്ടാണോ അങ്ങനെ ജോലിയിൽ ഇങ്ങനെ അറ്റാക്ക് കിട്ടിയത്? ഇങ്ങനത്തെ ഒരു ഗൗരവമായിട്ടുള്ള അറ്റാക്ക് ഒക്കെ ആദ്യമാണ്. പിന്നെ രണ്ടാമത്തെ സംഭവം ഇതേപോലെ തന്നെ നാട്ടിലിറങ്ങിയ കടുവേനെ ഞങ്ങൾ ഓടിച്ച് കാട്ട് കയറ്റി കുറേ ദൂരം, ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം. അത് കാട്ടിൽ കയറിയ ഉടനെ ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മളവിടെ ഇതിലെത്തി, ഇനി നമ്മളവരെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി. അപ്പം ഞാൻ ഏറ്റവും പുറകിലായിരുന്നു. അത് വരുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ പുലിമുരുകലിലൊക്കെ കണ്ട പോലെ ആ കടുവ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. നേരെ എൻ്റെ തലക്കായി. അല്ല, തിരിഞ്ഞു നോക്കിയതാ. കാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയതാ. ഇത് അറ്റാക്ക് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാച്ചർ മാനുവൽ എന്ന ആളുണ്ടായിരുന്നു. പുള്ളി എന്തോ ഒരു വടിയോ എന്തോ ഉപയോഗിച്ചിട്ട് അതിനെ ഇതായ സമയത്ത് പുള്ളിനെ അറ്റാക്ക് ചെയ്ത്. പുള്ളിക്ക് അന്ന് ഈ നമ്മുടെ ബോഡിയിലെ പ്രൊട്ടക്ഷൻ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കന്ന് ഹെൽമെറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കടുവ എന്നെ ഒഴിവാക്കിയിട്ട് പുള്ളിനെ അവിടെ. പിന്നെ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ബ്ലാങ്കായി പോയിരുന്നു അത് അറ്റാക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ പുള്ളിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ പുള്ളിനെ പറ്റി തോക്കുണ്ട്, എൻ്റെ അടുത്ത് തോക്കുണ്ട്. ആ തോക്ക് താഴെ കൊണ്ട് വരുന്നു. അതെടുത്ത് ഞാൻ ഇതിനെ പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയക്കിയ സമയത്ത് പുള്ളിൻ്റെ ഷൂ കടിച്ചിട്ട് കടുവ പതുക്കെ നടന്നങ്ങ് പോയി. അപ്പം ഞാൻ പെട്ടെന്ന് വന്നില്ല. അല്ല, പെട്ടെന്ന് ഞാൻ കരുതിയത് പുള്ളിയുടെ കാല് കടിച്ചു എന്നുള്ളതാണ്. അത് ഭയങ്കര ഇതായിരുന്നു ആ ഒരു സീന്. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ കടിച്ച്, അപ്പോഴേക്കും ഞാൻ തോക്കൊക്കെ ഇട്ട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പുള്ളി മൈൻഡ് ചെയ്യാണ്ട് അപ്പുറേക്ക് കാട്ടിലേക്ക് തിരിച്ചു പോയി.